അത് ഒരു പഴയ ആളില്ലാത്ത ഒരു ബംഗ്ലാവാണ്. ഏതോ ഒരു അറിയാത്ത പേടി തന്റെ ശ്വാസം കൊണ്ട് തടവിലാക്കി വെച്ചിരുന്നു. ആ ബംഗ്ലാവിനകത്ത് ഒരു ഇരുട്ട് മുറി ഉണ്ടായിരുന്നു. പിന്നെ ആ മുറിയിൽ വ്യൂ എന്നൊരു വിചിത്രമായ കറുത്ത മെഷീനിൽ ഘനമായ എന്തോ പണി ചെയ്യുകയായിരുന്നു. അവന്റെ വസ്ത്രങ്ങളെല്ലാം തന്നെ അഴുക്കായി, തലയൊക്കെ കൊലഞ്ഞ്, പിന്നെ അവനെ ചുറ്റി നാലു വശത്തും ഓടി പിടിച്ച പഴയ കാലത്തെ പുസ്തകങ്ങൾ നിറഞ്ഞു കിടന്നു. കാറ്റത്തെ ഈർപ്പമും പിന്നെ അറിയാത്തൊരു പേടിയും നിറഞ്ഞിരുന്നു. വ്യൂം പെട്ടെന്ന് ആ കീറിപ്പോയ പുസ്തകങ്ങൾക്കിടയിൽ എന്തോ തേടുകയായിരുന്നു. കുറച്ചു സമയത്തിനകം അവന്റെ കയ്യിൽ എന്തോ പഴയ ഭയങ്കരമായൊരു പുസ്തകം കിട്ടി. അത് അങ്ങനെ ഒരു പുസ്തകം ഒരുപാട് കാലമായി അതിനെ തുറക്കാനായി കാത്തിരിക്കുന്നത് പോലെയായിരുന്നു. അവൻ അതിന്റെ പേജുകൾ മറിക്കാൻ തുടങ്ങി. അതിനുശേഷം അവന്റെ വിരലുകൾ ഒരു പേജിൽ ചെന്ന് നിന്നു. ഒരു ഭയങ്കരമായ രാക്ഷസന്റെ രൂപമുണ്ടായിരുന്നു. അത്ര കൊടൂരമായി, അത്ര പേടിപ്പിക്കുന്ന രീതിയിൽ. അതായത് ആ ചിത്രം വേറൊരു ലോകത്തിലുള്ള ഒരു ജന്തുവിനെ പോലെയായിരുന്നു. വ്യൂമിന്റെ ചുണ്ടത്ത് ഒരു വിചിത്രമായ ചിരി വന്നു. അതായത് വട്ടുപിടിച്ചവരെ പോലുള്ള ഒരു ചിരി. അവൻ പെട്ടെന്ന് അത് വായിക്കാൻ തുടങ്ങി. ഇപ്പോൾ എന്റെ വിജയം എന്റെ അടുത്ത് വന്നു കഴിഞ്ഞു. അപ്പോഴാണ് ആ മുറിയുടെ കതക് പതുക്കെ പതുക്കെ തുറന്നത്. പതുക്കെ ഒരു കാലടി ശബ്ദം അകത്തേക്ക് വന്നു. അവൾ പൂജയാണ്, വ്യൂമിന്റെ കോളേജ് മേറ്റ്. പക്ഷേ വ്യൂം സ്വയം മറന്നു നിൽക്കുകയായിരുന്നു. അവൻ ആ സ്ഥലത്ത് നിൽക്കുന്നത് പോലും അവന് ഉണരാനായില്ല. കുറച്ചു സമയത്തിന് ശേഷം അവൻ മെഷീനടുത്തേക്ക് ചെന്നു. അപ്പോഴാണ് പൂജയുടെ ശബ്ദം മുറിയുടെ ആ ശാന്തത കീറിക്കൊണ്ട് വന്നത്. ഏ വ്യൂം, ഞാൻ ഇവിടെ വന്നിട്ട് 5 നിമിഷമായി. നിനക്കത് അറിയുന്നില്ലേ? വ്യൂം പതുക്കെ തല നിവർത്തി നോക്കി. അവന്റെ കണ്ണുകളിൽ വിചിത്രമായൊരു പ്രകാശമുണ്ടായിരുന്നു. വേറെ ഏതോ ഒരു ലോകത്തിലുള്ളതുപോലെയായിരുന്നു. അല്ല, നിനക്ക് എന്താണ് പറ്റിയത് വ്യൂം? കടന്ന 1 മാസമായി നീ കോളേജിലേക്ക് വരുന്നില്ല, ക്ലാസ്സും അറ്റൻഡ് ചെയ്യുന്നില്ല, ഒരു ഫോൺ പോലും ചെയ്തില്ല, ആര്യനും അർച്ചനയ്ക്കും പോലും ചെയ്തില്ല. ഞങ്ങൾ 3 പേരും എത്ര വിഷമിച്ചെന്നറിയാമോ? അപ്പോഴാണ് നിന്റെ ഡാഡിയുടെ പഴയ ബംഗ്ലാവിനെ കുറിച്ച് എനിക്ക് ഓർമ്മ വന്നത്. രാവിലെ മുതൽ നിന്നെ തേടി തേടി ഞാൻ ഇവിടെ വന്നെത്തി. നീ എന്തിനാ നിന്റെ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്? പിന്നെ നീ ഇവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കയാ? വ്യൂമിന്റെ കണ്ണുകളിൽ ഭയങ്കര വട്ടും എന്തോ ചിന്തയും ഉണ്ടായിരുന്നു. അവൻ വിചിത്രമായ രീതിയിൽ പൂജയുടെ അടുത്തേക്ക് നടന്നു വന്നു. എന്റെ അച്ഛൻ ഒരു വളരെ വലിയ സയന്റിസ്റ്റ് ആണ്. അവരുടെ ആലോചനകൾ അത്ഭുതമായിരിക്കും. അദ്ദേഹം എപ്പോഴും പുതിയ കണ്ടുപിടിപ്പുകൾ കണ്ടുപിടിക്കും. അതിനെ വെച്ചിട്ട് ലോകത്തിന്റെ ആലോചനയെ തന്നെ മാറ്റിക്കളയണം. പക്ഷേ അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിനെ നിറവേറ്റുന്നതിന് മുൻപേ അദ്ദേഹം പോയി കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ സ്വപ്നത്തിനെ ഞാൻ നിറവേറ്റും. നീ വളരെ ശരിയായ സമയത്താണ് വന്നിരിക്കുന്നത്. ഞാൻ എന്റെ വിജയത്തിന് വളരെ അടുത്ത് എത്തിപ്പോയി. ഇങ്ങനെ പറഞ്ഞിട്ട് വ്യൂം വീണ്ടും മെഷീനിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. പിന്നെ പഴയ പുസ്തകങ്ങളെ അവൻ വട്ടുപിടിച്ചതുപോലെ നോക്കാൻ തുടങ്ങി. പൂജയുടെ മനസ്സിൽ എന്തോ പേടി തോന്നാൻ തുടങ്ങി. വ്യൂമിന്റെ പ്രവൃത്തികൾ ഇപ്പോൾ ഒരു മനുഷ്യനെ പോലെ അല്ലായിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം അവൾ പതുക്കെ അവനോട് ചോദിച്ചു, അല്ല, അങ്ങനെ നീ എന്താണ് കണ്ടുപിടിക്കുന്നത്? വ്യൂം ഉടനെ ആ പുസ്തകത്തിന്റെ ഭാഗം പൂജയോട് കാണിച്ചു. അതിലാണ് ആ വിചിത്രമായ ചിത്രം ഉണ്ടായിരുന്നത്. ഇത് ഒരു പഴയ പുസ്തകമാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് സൈത്താൻ കാണുന്നുണ്ടോ? ഇത് വേറെ ആരും അല്ല, ഇത് നമ്മളാണ്. പൂജ അവിടെ തന്നെ നിലച്ചുപോയി നിന്നു. നീ എന്തൊക്കെയായി പറയുന്നത്? ഞാൻ പിച്ചുമ്പയും പറയുന്നില്ല, ശരിയാണ് പറയുന്നത്. ഈ ലോകത്തിലെ മനുഷ്യന്മാര് ഇപ്പോൾ എങ്ങനെ ഉണ്ടോ അതുപോലെ തന്നെ നമ്മളുടെ അകത്തുള്ള തീയ ശക്തികൾ വേറെ ലോകത്തിൽ, വേറെ ഡൈമെൻഷനിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. അതും ഫിസിക്കലായിട്ട് ഇരിക്കുന്നു. ഇപ്പോൾ ഞാൻ ആ ഡൈമെൻഷന്റെ കഥകിനെ തിരക്കാനായിട്ട് നോക്കുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് വ്യൂം ആ മെഷീന്റെ അടുത്തേക്ക് ചെന്നു. പിന്നെ ഏതേതോ ബട്ടൺസ് ഒക്കെ അമർത്താൻ തുടങ്ങി. അതായത് അവന് വട്ടുപിടിച്ചതുപോലെ. പെട്ടെന്ന് മെഷീനിൽ നിന്നും ഒരു അതിശയം, വെളുത്ത വേഗത്തിലൊരു പ്രകാശം വന്നു. ഒരു ഭയങ്കരമായ ബ്ലാസ്റ്റ് ആ മുറിയിൽ പെട്ടെന്ന് നടന്നു. ആ പ്രകാശം നേരെ വ്യൂമിന്റെ ശരീരത്തിൽ വന്നുകൊണ്ടു. അവന്റെ ശരീരം കീറി അകത്തേക്ക് ഇറങ്ങിയതുപോലെ തോന്നി. അടുത്ത ക്ഷണം തന്നെ വ്യൂമിന്റെ ശരീരത്തിൽ നിന്നും കറുത്ത പുക പുറത്തേക്ക് വരാൻ തുടങ്ങി. അവന്റെ കറുത്ത മിഴികൾ വെളുത്തതായി മാറാൻ തുടങ്ങി. പിന്നെ ആ കറുത്ത പുക ഒരു ഭയങ്കരമായ രാക്ഷസനെ പോലെ മാറി. ആ രൂപം പൂജയെയും വ്യൂമിനെയും തുറച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഞാനാണ് നിന്റെ അകത്തിരിക്കുന്ന തീയ ശക്തി, അതും ഫിസിക്കൽ രൂപത്തിൽ. വ്യൂം വട്ടുപിടിച്ചതുപോലെ ചിരിക്കാൻ തുടങ്ങി. അവന്റെ ആ ചിരി ആ മുറി മുഴുവനും കേട്ടു.
ഞാൻ എൻ്റെ ആലോചനയിൽ വിജയിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ ഈ ലോകത്തെ തന്നെ മാറ്റും. അടുത്ത ക്ഷണം തന്നെ ആ ഭയങ്കരമായ രൂപം പൂജയെ നോക്കി തിരിഞ്ഞു. പിന്നെ അവളുടെ കഴുത്തിൽ പിടിച്ചു. പൂജയുടെ ശബ്ദം നിന്നുപോയി. അവളുടെ കണ്ണുകൾ പേടി കൊണ്ട് നിലച്ചുപോയി. രക്ഷിക്ക്, 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 എന്നെ രക്ഷിക്ക്, വ്യൂം, രക്ഷിക്ക്, എന്നെ രക്ഷിക്ക്. വ്യൂം പേടിച്ച് നിലവിളിച്ചു. നീ എന്താ ചെയ്യുന്നേ? ഇവളെന്റെ ഫ്രണ്ടാണ്. ഷടാ മണ്ട, ഈ ലോകത്തിൽ ഞാൻ നിന്റെ മനസ്സിലിരിക്കുമ്പോൾ തന്നെ നിന്നെ കൊണ്ട് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ നീ എന്നെ ഡയമെൻഷൻ വാതിൽക്കൽ കൂടി പുറത്തു വരാൻ വെച്ചു. ഇനി മുതൽ ഞാൻ എൻ്റെ ഇഷ്ടപ്പടിയാണ് എല്ലാം ചെയ്യും. അതിനുശേഷം അടുത്ത ക്ഷണം തന്നെ അതിന്റെ നീളത്തിലുള്ള ഭയങ്കരമായ പല്ലുകൾ പൂജയുടെ കഴുത്തിനെ കടിച്ചു. പൂജയുടെ ശരീരം കുറച്ചു സമയത്തിനകം വെളുത്തതായി മാറി. അവൾ അവസാന ശ്വാസമെടുത്തു. പിന്നെ താഴേക്ക് വീണു. വ്യൂമിന്റെ കണ്ണുകൾ പേടിച്ചുറഞ്ഞുപോയി. അവന്റെ ആത്മാവ് ഉടഞ്ഞു പോയതുപോലെയായി. ഞാൻ എന്ത് ചെയ്തു പോയി? പിന്നെ അവൻ അതേ സ്ഥലത്ത് മയങ്ങി താഴേക്ക് വീണു. ആ മുറിയിൽ പൂജയുടെ രക്തം, മെഷീനിലെ പുക, പുതിയതായി ജനിച്ച ഒരു രാക്ഷസനെല്ലാം കൊണ്ടും നിറഞ്ഞിരുന്നു. അടുത്ത ദിവസം രാവിലെ എല്ലാ വശത്തും ഒരു വിചിത്രമായ ഇരുട്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. രാത്രി ഇനിയും വെളുക്കാത്തതുപോലെ. റൂമിൽ ഭയങ്കര ടെൻഷനോട് കൂടി ഇരിക്കുകയായിരുന്നു. അവൾ രാത്രി മുഴുവൻ പൂജയ്ക്ക് വേണ്ടി കാത്തുകൊണ്ടിരുന്നു. പക്ഷേ പൂജ തിരികെ വന്നില്ല. രാത്രി മുഴുവൻ ആ ശാന്തത അവളുടെ മനസ്സിൽ എന്തോ ഒരു അറിയാത്ത പേടിയുണ്ടാക്കി. അവൾ ഫോൺ എടുത്തു. എന്നിട്ട് വ്യൂമിനെ വിളിച്ചു. നമ്പർ സ്വിച്ച് ഓഫ്. പിന്നെ പൂജയെ വിളിച്ചു. അവളുടെ നമ്പറും സ്വിച്ച് ഓഫ്. അവളുടെ കൈകളൊക്കെ വിറയ്ക്കാൻ തുടങ്ങി. വളരെ പേടിച്ച് അവൾ ആര്യനെ വിളിച്ചു. ആര്യൻ, ഇന്നലെ രാത്രി പൂജ വ്യൂമിന്റെ പഴയ ബംഗ്ലാവിലേക്ക് ചെന്നു. കുറച്ച് മണിക്കൂറുകൾക്കകം അവൾ തിരികെ വരേണ്ടതാണ്. പക്ഷേ രാത്രിയായി. അവൾ ഇതുവരെയും വന്നില്ല. ഫോണിന്റെ മറ്റൊരു വശത്ത് ആര്യൻ ഷോക്കായിരുന്നു. ഞാൻ എൻ്റെ ഹോസ്റ്റലിന്റെ പുറത്ത് ബൈക്ക് എടുത്തുകൊണ്ട് വരുന്നു. നീ ഹോസ്റ്റലിന്റെ പുറത്ത് നിൽക്ക്. അർച്ചന ടെൻഷനോടെ ഹോസ്റ്റലിന് പുറത്തു നിൽക്കുകയായിരുന്നു. അവൾ എന്തോ ഒരു അറിയാത്ത പേടി കൊണ്ട് വിറയ്ക്കുകയായിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം ആര്യൻ ബൈക്കോട് കൂടി വന്നു. ഒരു പക്ഷേ പൂജ രാത്രി ആയതുകൊണ്ട് അവൾ അവിടെ തന്നെ ഉണ്ടാവുമോ? അതെ, ആദ്യം ഞാനും അങ്ങനെയാ കരുതിയത്. പക്ഷേ ഇപ്പോൾ എന്താണെന്നറിയില്ല. എൻ്റെ മനസ്സിൽ അറിയാത്ത എന്തോ പേടിയുണ്ടായിരിക്കുന്നു. ആര്യൻ ശാന്തനായിരുന്നു. കാരണം അതേ പേടി അവന്റെ മനസ്സിലും ഉണ്ടായിരുന്നു. അർച്ചന പുറകിൽ കയറിയിരുന്നു. പിന്നെ ബൈക്ക് ആ റോട്ടിൽ വേഗതയിൽ ഓടി. കുറച്ചു സമയത്തിനകം അവർ രണ്ടുപേരും അതേ ബംഗ്ലാവിന് മുന്നിൽ നിൽക്കുകയായിരുന്നു. പൊട്ടിപ്പോയ ജനാലകൾ, പൊട്ടിയ ചുമരുകൾ, പിന്നെ അവിടെ മൊത്തം ശാന്തത നിറഞ്ഞിരുന്നു. എന്തോ ഒരുപാട് കാലമായി ജീവനുള്ള ആത്മാവ് അവിടെ ഇല്ലാത്തതുപോലെ. രണ്ടുപേരും അകത്തേക്ക് ചെന്നപ്പോൾ എവിടെ നിന്നോ ഒരു കെട്ട ദുർനാറ്റം അവരുടെ മൂക്കിലേക്ക് വന്ന് കയറുകയായിരുന്നു. കാറ്റത്ത് മരിച്ച ഒരു ശരീരത്തിന്റെ നാറ്റം കലർന്നതുപോലെയായിരുന്നു. 4 വശത്തും വലിയ വലിയ ചിലന്തി വലകൾ തൂങ്ങിക്കിടന്നു. ഓരോ മൂലയിൽ നിന്നും അറിയാത്ത ആരോ അവരെ നോക്കുന്നത് പോലെ തോന്നി. ആ ബംഗ്ലാവ് അത്ര നിശബ്ദമായിരുന്നു. അവരുടെ ശ്വാസം പോലും അവർക്ക് തന്നെ കേൾക്കാമായിരുന്നു. അർച്ചനയും ആര്യനും പൂജയെയും വ്യൂമിനെയും വിളിച്ചു നോക്കി. പക്ഷെ ആ ശബ്ദം ചുമരിൽ ചെന്നുകൊണ്ട് അവർക്ക് തന്നെ വീണ്ടും കേട്ടു. അതായത് ആ ബംഗ്ലാവ് ശബ്ദത്തിനെ വിഴുങ്ങുന്നത് പോലെയായിരുന്നു. കുറച്ചു സമയത്തിനകം അവർ ആ മുറിയുടെ അകത്തേക്ക് ചെന്നു. അവിടെ തറയിൽ പൂജയുടെ പ്രേതം കിടക്കുകയായിരുന്നു. അർച്ചനയുടെ കണ്ണുകൾ പേടി കൊണ്ട് നിറഞ്ഞു. ആര്യൻ ഉടനെ മയങ്ങിക്കിടന്ന വ്യൂമിനടുത്തേക്ക് ചെന്നു. വ്യൂം, എനിക്ക് നിനക്ക് എന്താ പറ്റിയത്? വ്യൂം എണീറ്റു. മുഖമൊക്കെ വെളുത്ത് കണ്ണുകളിൽ എന്തോ പേടി നിറഞ്ഞിരുന്നു. അവൻ ഉച്ചത്തിൽ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് പോയേക്ക്. നിനക്കെന്താ വട്ടാണോ? നീ ആയിരിക്കും പൂജയെ കൊന്നത്. നിനക്ക് നന്നായി വട്ട് പിടിച്ചിരിക്കുകയാണ്. ആ ക്ഷണം തന്നെ ആ മുറിയുടെ ഇരുട്ടത്ത് ജ്വലിക്കുന്ന 2 കണ്ണുകൾ തിളങ്ങി. ചുവന്ന് വിഷപ്പോടെ ഒരു രാക്ഷസനെ പോലെ. അർച്ചന പേടിച്ചു പറഞ്ഞു, ആര്യൻ, ഇതാരാണ്? അടുത്ത ക്ഷണം തന്നെ ആ ഭയങ്കരമായ രാക്ഷസൻ ഇരുട്ടത്ത് നിന്ന് മുൻപിലേക്ക് വന്നു നിന്നു.
അതിന്റെ കൂർത്ത വിരലുകൾ, വളഞ്ഞിരുന്ന മുതുകെലുമ്പ്, പിന്നെ ശബ്ദത്തോടുള്ള ശ്വാസം ആ മുറിയുടെ നിശബ്ദത കീറുകയായിരുന്നു. ആരെങ്കിലും എന്തെങ്കിലും മനസ്സിലാക്കുന്നതിന് മുൻപ് ആ രാക്ഷസൻ അർച്ചനയെ ആക്രമിച്ചു. അവളുടെ കഴുത്തിൽ തന്റെ പല്ലുകൾ കൊണ്ട് കടിച്ചു. അർച്ചന നിലവിളിക്കുന്ന ശബ്ദം ആ മുറി മുഴുവൻ കേട്ടു. പിന്നെ ക്ഷണങ്ങൾ കൊണ്ട് അവളുടെ ശരീരം നശിച്ചു. രക്തം അവൻ കുടിച്ചു. ആര്യൻ നിലവിളിക്കാൻ തുടങ്ങി. ഇവിടെ നിൽക്കുന്നത് ആരാണ്? വ്യൂം കരഞ്ഞുകൊണ്ട് വിറച്ചുകൊണ്ട് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ പതുക്കെ പറഞ്ഞു. അവന്റെ ശബ്ദം ഇടറിക്കൊണ്ടിരുന്നു. അതായത് അവന്റെ ഓരോ വാക്കുകളും മരണത്തിനെ നോക്കി പോകുന്നത് പോലെ. എല്ലാം കേട്ടതിന് ശേഷം ആര്യൻ പതുക്കെ എന്തോ പറയാൻ തുടങ്ങി. ഞാൻ നിന്നോട് പറഞ്ഞല്ലേ, നിന്റെ സ്ട്രേഞ്ചർ തിങ്സ് റിസർച്ച് നമ്മൾ എല്ലാവരെയും നശിപ്പിക്കുമെന്ന്. ഇപ്പോൾ ഇവന്റെ ഡയമെൻഷനിലേക്ക് നമ്മൾ എങ്ങനെയാണ് അഴിച്ചേക്കുക? ഇത് കേട്ടതും വ്യൂമിന്റെ കണ്ണുകളിൽ ഒരു ക്ഷണം ഒരു പ്രകാശം വന്നു. അവൻ മെഷീന്റെ അടുത്തേക്ക് ഓടി ശ്വാസം വലിച്ചുകൊണ്ട് ബട്ടൺ അമർത്താൻ തുടങ്ങി. പെട്ടെന്ന് ആ മെഷീനിൽ നിന്നും എന്തോ ഒരു പ്രകാശം വന്നു. പിന്നെ രാക്ഷസന്റെ കണ്ണുകളിൽ ദേഷ്യത്തിന്റെ ജ്വാലകൾ തിളങ്ങി. ഞാൻ തിരിച്ചു പോയില്ല. അവൻ ആര്യനെയും വ്യൂമിനെയും ആക്രമിച്ചു. അവന്റെ ആക്രമണം അത്ര ഭയങ്കരമായിരുന്നു. രണ്ടുപേരുടെ എല്ലുകളും പൊടിയാൻ തുടങ്ങി. അവർ നിലവിളിക്കുന്ന ശബ്ദം ആ ബംഗ്ലാവ് മുഴുവൻ കേൾക്കാൻ തുടങ്ങി. അടുത്ത ക്ഷണം തന്നെ രണ്ടുപേരും മരിച്ചു വീണു. രാക്ഷസൻ ആ പ്രകാശത്തിൽ ചെന്ന് ചേർന്നു. പിന്നെ മെഷീനിൽ ഒരു ഭയങ്കരമായ ബ്ലാസ്റ്റ് ഉണ്ടായി. മുഴുവൻ അറയും പൊടിഞ്ഞുപോയി. പിന്നെ എല്ലാ വശത്തും ശാന്തത മാത്രം നിറഞ്ഞിരുന്നു. യാതൊരു ശബ്ദവുമില്ല, അനക്കവുമില്ലായിരുന്നു. മരണത്തിന്റെ വാട മാത്രം. കതവുകൾ തന്നെത്താനെ മൂടപ്പെട്ടു. ചുമരുകൾ എല്ലാ ശബ്ദത്തിനെയും